മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ യുദ്ധങ്ങൾ പലപ്പോഴും പുറത്തുള്ള ലോകത്തോടല്ല, സ്വന്തം മനസ്സിനോടാണ്. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും ശക്തമായ ശത്രു പലപ്പോഴും സാഹചര്യങ്ങളോ ആളുകളോ അല്ല. നിനക്കിത് പറ്റില്ല, നീ മതിയാകില്ല, നീ തോറ്റുപോകും എന്ന് ഉള്ളിൽ നിന്ന് ചുണ്ടുകൾ ചലിപ്പിക്കുന്ന ആ ചെറിയ ശബ്ദമാണ്. പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവരുടെ മനസ്സ് തളർന്നു പോകുന്നതിനാലാണ്. കാരണം ശരീരം ക്ഷീണിക്കുന്നതിന് മുൻപേ മനസ്സ് കീഴടങ്ങുമ്പോൾ ജീവിതം പതിയെ നിയന്ത്രണം നഷ്ടപ്പെടും. എന്നാൽ ഒരിക്കൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്കിങ്ങളും സാധ്യമാകാൻ തുടങ്ങും. ഓർക്കുക, മനസ്സ് ഒരു അത്ഭുതകരമായ ആയുധമാണ്. അതിനെ നിങ്ങൾ ഭയത്തിനായി ഉപയോഗിച്ചാൽ അത് നിങ്ങളെ തടവിലാക്കും. പക്ഷേ ആത്മവിശ്വാസത്തിനായി ഉപയോഗിച്ചാൽ അത് നിങ്ങളെ അജയ്യനാക്കും. ഓരോ മഹാനായ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ ആദ്യം മാറിയത് അവരുടെ സാഹചര്യമല്ല, അവരുടെ ചിന്താഗതിയാണ്. അവർ ലോകം മാറാൻ കാത്തിരുന്നില്ല, ആദ്യം സ്വന്തം മനസ്സിനെ മാറ്റി. കാരണം ഒരാളുടെ ജീവിതം പുറത്തുനിന്നല്ല രൂപപ്പെടുന്നത്, ഉള്ളിൽ നിന്ന് ഉയരുന്ന ചിന്തകളിലൂടെയാണ്. നിങ്ങൾ ദിവസവും നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് പേടിയുണ്ട്, ഞാൻ പോരാ, എൻ്റെ സമയം മോശമാണ്. ഈ ചിന്തകൾ നിങ്ങളുടെ ഭാവിയെ പതിയെ വിഷമാക്കുന്നു. മനസ്സ് കേൾക്കുന്നത് വിശ്വസിക്കും, വിശ്വസിക്കുന്നത് യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ വിധിയെ രൂപപ്പെടുത്തുകയാണ്. ഒരാൾ നിരന്തരം താൻ ദുർബലനാണെന്ന് ചിന്തിച്ചാൽ അവസരങ്ങൾ മുന്നിലുണ്ടെങ്കിലും അവൻ പിന്നോട്ടു പോകും. പക്ഷേ എനിക്ക് കഴിയും, ഞാൻ പഠിക്കും, ഞാൻ ജയിക്കും എന്ന് മനസ്സിനെ പരിശീലിപ്പിച്ചാൽ പതിയെ നിങ്ങളുടെ പ്രവൃത്തികളും മാറും. ആദ്യം അത് വ്യാജമെന്ന് തോന്നാം, പക്ഷേ തുടർച്ചയായ ആത്മസംസാരം മനസ്സിനെ പുനർക്രമീകരിക്കും. അതാണ് മനസ്സിന്റെ ശക്തി. ശരീരത്തെ പരിശീലിപ്പിക്കാൻ ജിം പോകുന്നതുപോലെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ ചിന്തകളെ നിയന്ത്രിക്കണം. നെഗറ്റീവ് ചിന്തകൾ വരാതിരിക്കാൻ കഴിയില്ല, പക്ഷേ അവയ്ക്കുമേൽ അധികാരം കൊടുക്കാതിരിക്കാൻ കഴിയും. ഭയം വരാം, പക്ഷേ ഭയത്തെ ഡ്രൈവർ സീറ്റിലിരുത്തരുത്. സംശയം വരാം, പക്ഷേ അത് നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കരുത്. ശക്തമായ മനസ്സെന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല, പ്രശ്നങ്ങളുണ്ടെങ്കിലും ദിശ തെറ്റാതിരിക്കുന്ന അവസ്ഥ. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീഴുന്നത് പുറത്തുള്ള അടിയേറ്റല്ല, ഉള്ളിലെ തകർച്ചയാലാണ്. ഒരാളുടെ വിമർശനം, ഒരു പരാജയം, ഒരു നിരാകരണം, ഇതൊക്കെ സംഭവിക്കും. പക്ഷേ അവ നിങ്ങളെ സ്ഥിരമായി തകർക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. ചിലരൊരു പരാജയത്തെ ജീവിതവിധിയാക്കും, ചിലർ അതേ പരാജയത്തെ ഇന്ധനമാക്കും. വ്യത്യാസം സാഹചര്യത്തിലല്ല, മനസ്സിന്റെ വ്യാഖ്യാനത്തിലാണ്. അതുകൊണ്ട് ഓരോ വേദനയെയും ചോദ്യം ചെയ്യൂ. ഇതെന്നെ തകർക്കാനാണോ വന്നത്, അല്ലെങ്കിൽ എന്നെ ശക്തനാക്കാനോ? നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടും ഒരു മാനസിക പരിശീലനമായി കാണാൻ തുടങ്ങിയാൽ ജീവിതം തന്നെ മാറും. കാരണം കാറ്റ് ശക്തമായാൽ ചില മരങ്ങൾ വീഴും, ചിലത് വേരുകൾ കൂടുതൽ ആഴത്തിൽ പിടിക്കും. നിങ്ങൾ ഏതുതരം ആകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ സമീപനമാണ്. മനസ്സിനെ കരുത്താക്കാൻ നിശബ്ദത അനിവാര്യമാണ്. ലോകത്തിന്റെ ശബ്ദത്തിൽ നിന്നകന്ന് ചില നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം ചിലവഴിക്കൂ. അവിടെയാണ് യഥാർത്ഥ പോരാട്ടം നടക്കുന്നത്. അവിടെയാണ് യഥാർത്ഥ ശക്തിയും പുറപ്പെടുതലും. പ്രധാനമാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നത്. മനസ്സ് നിയന്ത്രിക്കുന്ന ഒരാൾക്ക് സമയം പോലും കൂട്ടാളിയാകും. കാരണം അവൻ താൽക്കാലികമായ വേദനയ്ക്കായി സ്ഥിരമായ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കില്ല. ഉടൻ കിട്ടുന്ന സുഖത്തിനേക്കാൾ ദീർഘകാല വിജയത്തിനായി കാത്തിരിക്കാൻ അവൻ പഠിക്കും. ഇതാണ് സാധാരണക്കാരനും അസാധാരണക്കാരനുമിടയിലെ വലിയ വ്യത്യാസം. പലർക്കും വലിയ സ്വപ്നങ്ങളുണ്ടാകും, പക്ഷെ കുറച്ചുപേർക്കാണ് വലിയ മനസ്സുണ്ടാകുന്നത്. കാരണം വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ആദ്യം വലിയ മാനസിക സഹിഷ്ണുത വേണം. നിങ്ങളെ ആരെങ്കിലും അവഗണിച്ചാൽ അത് നിങ്ങളുടെ മൂല്യം കുറയുന്നതല്ല. നിങ്ങൾ വൈകി വിജയിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ പരാജയപ്പെട്ടുവെന്നതല്ല. പ്രകൃതി ചില ശക്തമായ ആത്മാക്കളെ കൂടുതൽ സമയമെടുത്താണ് രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് താരതമ്യം നിർത്തൂ. മറ്റൊരാളുടെ വേഗതയെ നോക്കി നിങ്ങളുടെ യാത്രയെ സംശയിക്കരുത്. സിംഹം നടക്കുന്നത് സ്വന്തം വേഗത്തിലാണ്, പക്ഷെ അതിൻ്റെ ആത്മവിശ്വാസം ഒരിക്കലും കുറയില്ല. നിങ്ങളുടെ മനസ്സിനെ ഒരു സിംഹം പോലെ പരിശീലിപ്പിക്കൂ. ശാന്തം, കേന്ദ്രീകൃതം, ശക്തം. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ ചിലപ്പോൾ ഒരു വലിയ അവസരം വേണ്ട, ഒരു പുതിയ മനോഭാവം മതി. നിങ്ങൾ ചിന്തിക്കുന്നത് മാറുമ്പോൾ നിങ്ങൾ കാണുന്നത് മാറും. നിങ്ങൾ കാണുന്നത് മാറുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും.
അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കൂ. മനസ്സ് നിയന്ത്രിക്കുന്ന ഒരാൾക്ക് സമയം പോലും കൂട്ടാളിയാകും. കാരണം അവൻ താൽക്കാലികമായ വേദനയ്ക്കായി സ്ഥിരമായ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കില്ല. ഉടൻ കിട്ടുന്ന സുഖത്തിനേക്കാൾ ദീർഘകാല വിജയത്തിനായി കാത്തിരിക്കാൻ അവൻ പഠിക്കും. ഇതാണ് സാധാരണക്കാരനും അസാധാരണക്കാരനുമിടയിലെ വലിയ വ്യത്യാസം. പലർക്കും വലിയ സ്വപ്നങ്ങളുണ്ടാകും, പക്ഷെ കുറച്ചുപേർക്കാണ് വലിയ മനസ്സുണ്ടാകുന്നത്. കാരണം വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ആദ്യം വലിയ മാനസിക സഹിഷ്ണുത വേണം. നിങ്ങളെ ആരെങ്കിലും അവഗണിച്ചാൽ അത് നിങ്ങളുടെ മൂല്യം കുറയുന്നതല്ല. നിങ്ങൾ വൈകി വിജയിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ പരാജയപ്പെട്ടുവെന്നതല്ല. പ്രകൃതി ചില ശക്തമായ ആത്മാക്കളെ കൂടുതൽ സമയമെടുത്താണ് രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് താരതമ്യം നിർത്തൂ. മറ്റൊരാളുടെ വേഗതയെ നോക്കി നിങ്ങളുടെ യാത്രയെ സംശയിക്കരുത്. സിംഹം നടക്കുന്നത് സ്വന്തം വേഗത്തിലാണ്, പക്ഷെ അതിൻ്റെ ആത്മവിശ്വാസം ഒരിക്കലും കുറയില്ല. നിങ്ങളുടെ മനസ്സിനെ ഒരു സിംഹം പോലെ പരിശീലിപ്പിക്കൂ. ശാന്തം, കേന്ദ്രീകൃതം, ശക്തം. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ ചിലപ്പോൾ ഒരു വലിയ അവസരം വേണ്ട, ഒരു പുതിയ മനോഭാവം മതി. നിങ്ങൾ ചിന്തിക്കുന്നത് മാറുമ്പോൾ നിങ്ങൾ കാണുന്നത് മാറും. നിങ്ങൾ കാണുന്നത് മാറുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കൂ. എന്താണ് നിങ്ങൾ കേൾക്കുന്നത്? ആരെയാണ് നിങ്ങൾ